അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ നെമ്മാറ പോത്തുണ്ടി ബോയം കൊള്ളയിൽ നടന്ന ഇരട്ടക്കൊലപാതകം. ചന്താമര എന്ന പേരുള്ള ഒരു സൈക്കോ ക്രിമിനലിന്റെ ക്രൂരത കാരണം ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ ചന്താമര കൊലപ്പെടുത്തിയത് തന്റെ അയൽവാസികളായ പ്രായമായ ലക്ഷ്മി എന്നു പേരുള്ള അമ്മയെയും ആ അമ്മയുടെ മകൻ സുധാകരനെയുമാണ്. ഇതേ ചന്താമര തന്നെയാണ് ഈ കുടുംബത്തിലെ മറ്റൊരു സഹോദരിയെ 5.5 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ ആ കൊലക്കുറ്റത്തിന്റെ പേരിൽ, ആ കൊലപാതകത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 2 മാസങ്ങൾക്ക് മുമ്പ് ജാമ്യത്തിലിറങ്ങുകയും കഴിഞ്ഞ ദിവസം ഈ ഒരു ക്രൂരകൃത്യം നടത്തുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ചന്താമര ഇത്ര വലിയ ക്രൂരനായി മാറിയത്? എന്താണ് ചന്താമരയ്ക്ക് ഈ കുടുംബത്തോട് ഇത്രമാത്രം ദേഷ്യവും വൈരാഗ്യവും പകയും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം? ചന്താമരയെക്കുറിച്ച് ചന്താമരയുടെ നാട്ടുകാരൊക്കെ പറയുന്നത്, ചന്താമര നന്നായി അധ്വാനിക്കുന്ന വ്യക്തി തന്നെയാണ്. കോറിയിലും മറ്റൊക്കെ പണിക്ക് പോകും. പക്ഷെ ചെറുപ്പം മുതലേ ഒരു ക്രിമിനൽ മൈൻഡ് ആയിരുന്നു ചന്താമരയ്ക്ക്. എപ്പോഴും കൊടുവാളും മറ്റുമൊക്കെ എടുത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനിടയ്ക്ക് ചന്താമര ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു. ആ സഹോദരിയെ എന്നും ചന്താമര മർദ്ദിക്കുമായിരുന്നു. ചന്താമര നന്നായി മദ്യപിക്കും. അതുപോലെ തന്നെ ഒരു തികഞ്ഞ അന്ധവിശ്വാസിയായിരുന്നു ഈ ചന്താമര. എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇയാൾക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണല്ലോ, മനസ്സിൽ ഇങ്ങനെ തൻ്റെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടാവും. ഏതായാലും ഇങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇയാൾ ഏതെങ്കിലുമൊക്കെ ജ്യോത്സ്യന്മാരെ സമീപിക്കും. ജ്യോത്സ്യന്മാർക്ക് ക്യാഷ് കൊടുക്കും. ജ്യോത്സ്യന്മാർ എന്താണോ പറയുന്നത് അത് അപ്പാടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ചന്താമര. ഏതായാലും ഇയാളുടെ ക്രൂരത സഹിക്ക വയ്യാതെ ഇയാളുടെ ഭാര്യയും ഏക മകളും ഇയാളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. എങ്ങോട്ടാണ് പോയത് എന്ന് പോലും ഇയാളോട് പറഞ്ഞിട്ടില്ല. അവർ എവിടെയാണ് എന്ന് പോലും ഇയാളോട് പറഞ്ഞിട്ടില്ല. കാരണം ഇയാളുടെ സ്വഭാവം കൃത്യമായി ഭാര്യയ്ക്കും മകൾക്കൊക്കെ അറിയാം. എവിടെയാണ് എന്നറിഞ്ഞാൽ ഇയാൾ അവിടെ എത്തി തങ്ങളെ ഉപദ്രവിക്കുമെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കണം ഇയാളോട് എവിടേക്കാണ് പോകുന്നത്, തങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലും പറയാതെയാണ് ഭാര്യയും മകളും ഇയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇയാൾ ഭാര്യയും മകളും തന്നെ പിരിഞ്ഞപ്പോൾ ഇയാൾ ഒരു ജ്യോത്സ്യന്റെ സമീപത്തേക്ക് പോകുന്നു. ആ ജ്യോത്സ്യനോട് തൻ്റെ ഭാര്യ തന്നെ പിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. ആ സമയത്താണ് ജ്യോത്സ്യൻ പറയുന്നത്, നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ അയൽവാസിയായ മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരു പെണ്ണ് കാരണമാണ്, ആ പെണ്ണിൻ്റെ ചില വർത്തമാനങ്ങളും ആ പെണ്ണിൻ്റെ സംസാരം കാരണമാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഉപേക്ഷിക്കാനുള്ള കാരണമെന്ന്. ഇത് കേട്ട ചന്താമരയ്ക്ക് അയൽവാസികളോടും നാട്ടുകാരോടൊക്കെ വല്ലാത്ത ദേഷ്യം. അല്ലെങ്കിലേ ചന്താമര പണ്ടേ മുതൽ നാട്ടുകാരോടും അയൽവാസികളോടൊക്കെ വലിയ ദേഷ്യം വെച്ച് നടക്കുന്ന ആളാണ്. എല്ലാവരോടും എപ്പോഴും ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന വ്യക്തിയാണ്. ഏതായാലും ചന്താമര ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ തൻ്റെ അയൽപക്കത്തുള്ള സജിതയ്ക്ക് നല്ല മുടിയുണ്ട്. അപ്പോൾ സജിത തന്നെയായിരിക്കും തൻ്റെ ഭാര്യയോട് പലതും പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തി തൻ്റെ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു ചന്താമരയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ ദിവസം ചന്താമര ഈ സജിതയെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടുന്നതിന് വേണ്ടി തക്കം പാർത്ത് കൊടുവാളുമായി തൻ്റെ വീട്ടിൽ ഇങ്ങനെ കാത്തിരുന്നു. ഏതായാലും സജിതയുടെ ഭർത്താവ് സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ്. അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് സാധാരണ ജോലിക്കൊക്കെ പോവാറുള്ളത്. അങ്ങനെ സുധാകരൻ തമിഴ്നാട്ടിലേക്ക് പോയ സമയത്ത്, സജിതയുടെ മക്കൾ സ്കൂളിൽ പോയ സമയത്ത് ഇയാൾ തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക്, സജിതയുടെ വീട്ടിലേക്ക്, കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഈ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക്, അവരുടെ വീടിൻ്റെ പിൻവശത്തെ വാതിൽ തുറന്ന് വീട്ടിനകത്തേക്ക് കയറുകയും വീട്ടിനകത്ത് എന്തൊക്കെയോ ജോലി ചെയ്തിരുന്ന സജിത എന്ന് പറയുന്ന ആ ഒരു സഹോദരിയെ വളരെ ക്രൂരമായി കുടുവാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിനും മറ്റൊക്കെ വെട്ടി കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇയാൾ ഈ കൊലപാതകം നടത്തിയ ശേഷം, പോത്തുണ്ടിയും പരിസരമാണല്ലോ, വനമേഖലയാണ്, ഇയാൾ കാട്ടിലേക്ക് പോയി ഒളിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തിയാണ് അന്ന് ഇയാളെ പിടികൂടിയത്. ഏതായാലും ഇയാളെ പിടികൂടിയ സ്ഥിതിക്ക് നമ്മുടെ നിയമങ്ങളുടെ ഒരു കുഴപ്പമാണ്. പല ആളുകളും പലപ്പോഴും പറയും നമ്മുടെ നാട്ടിലെ നിയമമൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ്, ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബ് നാട്ടിലെ നിയമങ്ങളൊക്കെ വളരെ മോശമാണ്, കൊന്ന ആളുകളെ കൊലപ്പെടുത്തുക, കൊന്ന ആളുകൾക്ക് ഒരിക്കലും ജാമ്യം കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അറബ് നാട്ടിലെ നിയമങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. എങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഒരു പോരായ്മ തന്നെയല്ലേ ഇയാളെ ജയിലിലാക്കി. ഇയാൾ എന്ത് മാത്രം ക്രൂരമായിട്ടാണ് സജിതയെ അന്ന് കൊലപ്പെടുത്തിയത്. കഴുത്തിന് വെട്ടി കൊടുവാൾ കൊണ്ട് യാതൊരുവിധ ദയവുമില്ലാതെ ക്രൂരമായി കൊലപ്പെടുത്തിയ വ്യക്തിയാണ്. ആ വ്യക്തിക്കാണ് 2 മാസം മുമ്പ് ജാമ്യം അനുവദിക്കുന്നത്. ഈ വ്യക്തിയെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ പരാതിയുണ്ട്. ഇയാൾ എപ്പോഴും ഒരു സൈക്കോ മനോഭാവമുള്ള, ഒരു ക്രൂര മനോഭാവമുള്ള വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. ഇയാൾ പുറത്തിറക്കി കഴിഞ്ഞാൽ ഇയാൾ മറ്റുള്ളവരെയും കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും
അയാൾക്ക് ജാമ്യം നൽകി എന്നുള്ളതാണ്. ജാമ്യം നൽകി. ജാമ്യത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടിലേക്ക് പോകരുത്, നെമ്മാറ ഭാഗത്തേക്ക് വരരുത് എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അയാൾ ആ ജാമ്യ വ്യവസ്ഥകളൊക്കെ തെറ്റിച്ച് നെമ്മാറയിൽ വന്ന്, പോത്തുണ്ടിയിൽ വന്ന് താമസിക്കാൻ വേണ്ടി തുടങ്ങി. നാട്ടുകാരും ഈ കൊല്ലപ്പെട്ട സുധാകരനും കുടുംബമൊക്കെ പോലീസിൽ പരാതി നൽകി, ഇങ്ങനെ ആളിവിടെ വന്ന് താമസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അയാളിൽ നിന്ന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് പരിഹാരം വേണമെന്ന് പറഞ്ഞ് പോലീസിനെ സമീപിക്കുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചു എന്ന് പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം ഈ സുധാകരനെ വളരെ ക്രൂരമായി രാവിലെ വടിവാളും കൊണ്ട് വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇത് കണ്ട് തൻ്റെ മകൻ്റെ നിലവിളി കേട്ട് തൻ്റെ മകനെ വെട്ടുന്നത് കണ്ട് വീട്ടിനകത്തു നിന്നും ഓടി വന്ന ലക്ഷ്മി അമ്മയെയും ഇയാൾ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും അയാൾ കാട്ടിലേക്ക് പോകുന്നു. പിന്നെ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുമൊക്കെ വളരെ പണിപ്പെട്ടാണ്, ഒരുപാട് തെരച്ചിൽ നടത്തിയാണ് ഇയാളെ കണ്ടെത്തുന്നതും ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. എന്നാൽ ഈ കൊലപാതകമൊക്കെ ചെയ്തിട്ടും അയാളുടെ മനസ്സിൽ യാതൊരുവിധ വിഷമവുമില്ല. താൻ ചെയ്ത ഒരു തെറ്റാണ് എന്ന് അയാൾക്ക് തോന്നുന്നില്ല. ഇനിയും വേറെയും ചില ആളുകളെയൊക്കെ കൊലപ്പെടുത്താനുണ്ട്, തനിക്ക് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തണം, പലരെയും കൊലപ്പെടുത്താൻ കരുതിയതാണ്, പക്ഷേ അതിനു മുന്നേ താൻ പിടിക്കപ്പെട്ടു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എനിക്ക് പരമാവധി ശിക്ഷ നൽകിക്കോളൂ എന്നൊക്കെ അയാൾ പറയുന്നുമുണ്ട്. ഇവിടെ ഈ ഒരു സൈക്കോ, ഇയാളൊരു ക്രിമിനലാണ്, ഇയാളുടെ സ്വഭാവം വളരെ മോശമാണ് എന്ന് അറിഞ്ഞിട്ടും ഇയാളെ പുറത്ത് വിട്ട നമ്മുടെ നാട്ടിലെ നിയമത്തിന് ഈ ഒരു വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതോ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകളും അറബ് രാജ്യങ്ങളിലെ, മുസ്ലിം രാജ്യങ്ങളിലെ ശിക്ഷാരീതികളെ കുറ്റപ്പെടുത്തും. അതൊക്കെ പ്രാചീനമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ, അതൊക്കെ മനുഷ്യത്വരഹിതമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ശിക്ഷകൾ കൊണ്ട് ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ലല്ലോ. അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ അവിടെ ശിക്ഷിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് കൊലക്കുറ്റം തന്നെ നൽകുന്ന പക്ഷം മറ്റുള്ളവർക്ക് ഇത് കാണുന്നത് അറിയുന്ന മറ്റുള്ളവർക്കൊരു ഭയം ഉണ്ടാവും, ഒരിക്കലും വേറൊരാളെ കൊലപ്പെടുത്താൻ വേണ്ടി പോകില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി അങ്ങനെയല്ല. ഒരാളെ കൊലപ്പെടുത്തിയ ആൾ ജയിലിൽ പോകുന്നു, അവിടെ നിന്ന് തിന്നു കൊഴുത്ത് വീണ്ടും പുറത്തിറങ്ങുന്നു, മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ക്രിമിനലുകൾക്കറിയാം, ഏറിപ്പോയാൽ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വരും, സർക്കാർ ചെലവിൽ അവിടെ താമസിക്കാം, വീണ്ടും പുറത്തിറങ്ങാം, ഇവിടെ ഏതായാലും വധശിക്ഷയൊന്നും നടപ്പാക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ തെറ്റുകൾ വർദ്ധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ ഹിസ്റ്ററിയൊക്കെ എടുത്തു നോക്കും. അവർ പലപ്പോഴും ജയിൽ ശിക്ഷകൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, പല കേസുകളിലും പ്രതികളായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് കൃത്യമായ ശിക്ഷ നൽകാത്തത് കൊണ്ട് തന്നെയല്ലേ. കട്ടവൻ്റെ കൈ അങ്ങ് ഒരു വട്ടം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ കളവ് നടത്താൻ ധൈര്യം കാണിക്കില്ലല്ലോ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ഒരാൾ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവനെ എറിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ അവനെ നാട് കടത്തുക എന്നുള്ളൊരു നിയമമായിരുന്നെങ്കിൽ പിന്നെ ഒരാളും അത്തരത്തിലുള്ളൊരു ക്രൂരതയ്ക്ക് മുതിരില്ലല്ലോ. അപ്പം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇനി ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. അതല്ലാതെ ശിക്ഷകൾ നടപ്പാക്കുന്ന വിഷയത്തിൽ അത് പ്രാചീനമാണ്, അത് മനുഷ്യത്വരഹിതമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. അതേസമയം നമ്മളൊന്ന് അറബ് രാജ്യങ്ങളുടെ അവസ്ഥയൊന്ന് പരിശോധിച്ച് നോക്ക്. സൗദി അറേബ്യ ആയാലും UAE ആയാലും, UAEയിലും സൗദിയിലും നടക്കുന്നതെല്ലാം ഇസ്ലാമികമാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അവിടുത്തെ ചില ശിക്ഷാരീതികൾ കാരണം അവിടെ കുറ്റകൃത്യങ്ങൾ കുറവാണ്. UAEയിലായാലും സൗദിയിലായാലും ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്താൻ ഭയക്കുന്നില്ലേ? അവിടത്തേക്ക് കഞ്ചാവും അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ കൊണ്ടുപോകാൻ ആളുകൾ ഭയക്കുന്നില്ലേ? അവിടെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ആളുകൾ ഭയക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? ആരെയും പേടിക്കാതെ അവിടെ ജീവിക്കാനും അവിടെ സഞ്ചരിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ നിയമങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെ, മുസ്ലിം രാജ്യങ്ങളിലെ നിയമങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ നാടുകളിൽ എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു കുടുംബത്തോടുള്ള വൈരാഗ്യമാണ്, ദേഷ്യമാണ് ഈ ചെന്താമര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ എത്ര വലിയ ക്രൂരനാക്കി മാറ്റിയത്. ഇത് തന്നെയാണ് ദേശത്തിൻ്റെയും പകയുടെയും ഒക്കെ അവസ്ഥ. ദേഷ്യമുള്ള ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, പക്ഷേ ഇല്ലാതാക്കിയിട്ട് എന്ത് നേടുന്നു എന്ന് മാത്രം ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം ക്രൂരമായി മാറുന്നു അവരുടെ മനസ്സ് എന്നുള്ളത്. ചെന്താമര അങ്ങനെ പോലീസിൻ്റെ പിടിയിലായി. പക്ഷേ നിയമങ്ങൾ ഇനി ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ നൽകും? ഇനി വധശിക്ഷ നൽകുമോ? വധശിക്ഷ വിധിച്ചാൽ തന്നെ അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ രംഗത്ത് വരും. അതുപോലെ തന്നെ ഈ ചെന്താമരയ്ക്ക് വേണ്ടി വാദിക്കാനും കുറേ ആളുകൾ രംഗത്ത് വരും. ഇനി വധശിക്ഷയ്ക്ക് വിധിച്ചാൽ തന്നെ അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമോ? അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ക്രിമിനലുകൾ വർദ്ധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ക്രൂരന്മാരുടെ ഷെറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.